പോൾ ബ്രണ്ടന്റെ എ സെർച്ച് ഇൻ സീക്രട്ട് ഇന്ത്യ എന്ന പുസ്തകത്തിലെ 8ാമത്തെ അധ്യായമാണ് ഇത്. 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ കണ്ടുകാണുമെന്ന് കരുതുന്നു. നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. ഒരു ദിവസം മദ്രാസിലേക്ക് പോകുന്ന യാത്രയുടെ അവസാന ഘട്ടത്തിൽ ഞങ്ങളുടെ വാഹനം റോഡിന്റെ അവസാനം എത്താൻ പോകുമ്പോൾ ആരോ ഒരാൾ എന്റെ അടുത്തേക്ക് വന്നു. ഞാൻ തലതിരിഞ്ഞു നോക്കി. മഞ്ഞ വസ്ത്രം ധരിച്ചിരുന്ന ആ യോഗി തന്നെയായിരുന്നു അത്. അവൻ മുഖത്തൊരു വലിയ പുഞ്ചിരിയോടെ എന്നെ നോക്കി. ചെവിയിൽ നിന്ന് ചെവിയിലേക്ക് നീളുന്ന പോലെ അവന്റെ ചിരി. കണ്ണുകൾ സന്തോഷത്തിൽ ചുരുങ്ങിപ്പോയിരുന്നു. എന്നോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടോ? ഞാൻ ചോദിച്ചു. അതെ സാർ, എന്നവൻ വേഗത്തിൽ മറുപടി നൽകി. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്നവനായിരുന്നു. ഞങ്ങളുടെ രാജ്യത്ത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അവന്റെ ആ കൗതുകം കണ്ടപ്പോൾ ഞാൻ അല്പം മടിച്ചു. അതിനാൽ ഒരു സാധാരണ മറുപടി കൊടുത്തു. അങ്ങനെ യാത്ര ചെയ്യുകയാണ്. നമ്മുടെ സന്യാസിമാരെയും ആത്മീയരെയും കുറിച്ച് താൽപ്പര്യമുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, കുറച്ച്. ഞാനൊരു യോഗിയാണ് എന്നവൻ അഭിമാനത്തോടെ പറഞ്ഞു. ഞാൻ കണ്ടിട്ടുള്ള യോഗികളിൽ ഏറ്റവും ശക്തമായ ശരീരമുള്ളവനായിരുന്നു അവൻ. ഞാൻ ചോദിച്ചു, എത്ര കാലമായി ഈ മാർഗത്തിൽ? 3 വർഷം. ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങൾക്കതിന്റെ ദോഷമൊന്നും തോന്നുന്നില്ല. അവൻ ശരീരം നേരെ നിർത്തി അഭിമാനത്തോടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, 7 വർഷം ഞാൻ ബ്രിട്ടീഷ് രാജാവിന്റെ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചു എന്നു പറഞ്ഞു. അങ്ങനെയോ? അതെ സാർ, മെസൊപ്പൊട്ടാമിയ യുദ്ധത്തിൽ ഞാൻ ബ്രിട്ടീഷ് സൈന്യത്തിൽ സേവിച്ചു. പിന്നീട് എന്റെ കഴിവ് കണ്ട് എന്നെ അക്കൗണ്ട്സ് വിഭാഗത്തിലേക്ക് മാറ്റി. അവന്റെ ഈ സ്വയം പ്രശംസ കേട്ട് എനിക്ക് ചിരി വന്നു. കുടുംബ പ്രശ്നങ്ങൾ കാരണം ഞാൻ ജോലി വിട്ടു. ഏറെ കഷ്ടതകൾ അനുഭവിച്ചു. ആ വേദനയാണ് എന്നെ ആത്മീയ മാർഗത്തിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഞാൻ യോഗിയായത്. ഞാൻ എന്റെ കാർഡ് നൽകിക്കൊണ്ട് ചോദിച്ചു, എന്താണ് താങ്കളുടെ പേര്? എന്റെ പേര് സുബ്രഹ്മണ്യൻ അയ്യർ. അവൻ പറഞ്ഞു. ശരി സുബ്രഹ്മണ്യ, താങ്കൾ മൗനസന്യാസിയുടെ വീട്ടിൽ നിങ്ങൾ പറഞ്ഞ കാര്യം എന്താണെന്ന് പറയാമല്ലോ? അത് പറയാനായി ഞാൻ ഇത്രയും നേരം കാത്തിരുന്നു. നിങ്ങളുടെ ചോദ്യങ്ങൾ എന്റെ ഗുരുവിനോട് ചോദിക്കുക. ഇന്ത്യയിൽ ഏറ്റവും ജ്ഞാനിയുള്ള ആത്മീയ ഗുരുവാണദ്ദേഹം, യോഗികൾക്കും മേലെ. ഞാൻ ആ യോഗിയോട് ചോദിച്ചു, നിങ്ങൾ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചുവോ? എല്ലാരെയും കണ്ടിട്ടുണ്ടോ? ഞാൻ കന്യാകുമാരി മുതൽ ഹിമാലയം വരെ യാത്ര ചെയ്തു. പല മഹാന്മാരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ പോലെ ആരെയും കണ്ടിട്ടില്ല. അദ്ദേഹം മഹാത്മാവാണ്. നിങ്ങൾ അദ്ദേഹത്തെ കാണണം. എന്തിന്? അദ്ദേഹമാണ് എന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചതും അദ്ദേഹത്തിന്റെ ശക്തിയാണ്. ഈ വാക്കുകൾ എനിക്ക് വളരെ അതിരുകടന്നതായി തോന്നി. അതിനാൽ ഞാൻ അല്പം അകന്നു നിന്നു. വികാരാധീനരായ ആളുകളുടെ അമിത വാക്കുകൾ എനിക്കെപ്പോഴും ഭയമുണ്ടാക്കാറുണ്ട്. ഈ യോഗിയും അതുപോലെ തന്നെയാണെങ്കിലോ? എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ തണുത്ത സ്വരത്തിൽ പറഞ്ഞു. അവൻ വീണ്ടും വിശദീകരിച്ചു. 8 മാസം മുമ്പാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. 5 മാസം അദ്ദേഹത്തോടൊപ്പം കഴിയാൻ അനുവദിച്ചു. പിന്നെ യാത്ര തുടരാൻ പറഞ്ഞു. അദ്ദേഹത്തിന് മഹത്തായ ആത്മീയ ശക്തിയുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾ പോലും അദ്ദേഹം അറിയും. അദ്ദേഹം എന്നെ സ്വീകരിക്കുമോ? തീർച്ചയായും. നിങ്ങളെ കാണാൻ തന്നെയാണ് എന്നെ അയച്ചത്. അദ്ദേഹം എവിടെയാണ്? അരുണാചലത്തിൽ. അതെവിടെയാണ്? ദക്ഷിണഭാഗത്ത്. ഞാൻ നിങ്ങളെ അവിടേക്ക് കൊണ്ടുപോകാം. നിങ്ങളുടെ സംശയങ്ങളെല്ലാം അദ്ദേഹം നീക്കും. ഞാൻ പറഞ്ഞു, വളരെ ആകർഷകമെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പോൾ സാധ്യമല്ല. എനിക്ക് മറ്റു യാത്രാക്രമീകരണങ്ങളുണ്ട്. യോഗി നിരാശനായിക്കൊണ്ട് പറഞ്ഞു, ഇത് വലിയ അവസരമാണ്. ഇത് പാഴാക്കരുത്. ക്ഷമിക്കണം, പിന്നീട് നോക്കാം. ഞാൻ നിങ്ങളുടെ നിരാകരണം സ്വീകരിക്കില്ല, അവൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. നാളെ വൈകുന്നേരം വീണ്ടും വരാം. സംഭാഷണം അവസാനിച്ചു. വീട്ടിലെത്തിയപ്പോൾ ഞാൻ ചിന്തിച്ചു, അവന്റെ ഗുരു പറഞ്ഞതുപോലെ മഹാനാണെങ്കിൽ ദക്ഷിണ ഇന്ത്യയിലേക്ക് വന്നത് വെറുതെയാവില്ല. പക്ഷേ ഭക്തരുടെ അമിത പ്രശംസ പലപ്പോഴും തെറ്റാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കിലും മനസ്സിലൊരു വിചിത്രമായ ബോധമുണ്ടായി. ആ യോഗിയുടെ ഉറച്ച വിശ്വാസത്തിനു പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടാകാമെന്നൊരു തോന്നൽ. അതുകാരണം എന്റെ തീരുമാനത്തെക്കുറിച്ച് എനിക്ക് തന്നെ ഒരു ചെറിയ നിരാശ തോന്നി. മധ്യാഹ്ന സമയത്ത് ചായയും ബിസ്ക്കറ്റും കഴിക്കാൻ പോകുന്ന വേളയിൽ വീട്ടുജോലിക്കാരൻ ഒരു സന്ദർശകൻ വന്നതായി അറിയിച്ചു. വന്നത് എഴുത്തുകാരുടെ ലോകത്തിൽപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് വെങ്കടരാമണി. എന്റെ ബാഗിന്റെ അടിയിൽ പല പരിചയക്കത്തുകളും കിടന്നിരുന്നു. അവ ഉപയോഗിക്കാനുള്ള താൽപ്പര്യമുണ്ടായിരുന്നില്ല. കാരണം
ഒരു വിചിത്രമായ ചിന്ത എനിക്കുണ്ടായിരുന്നു. ദൈവമോ വിധിയോ ഉണ്ടെങ്കിൽ അത് സ്വയം വഴികാട്ടട്ടെ. എന്നിരുന്നാലും ബോംബെയിൽ എന്റെ അന്വേഷണയാത്ര തുടങ്ങുന്നതിനു മുമ്പ് ഒരു കത്തുപയോഗിച്ചു. മദ്രാസിലെത്തിയപ്പോൾ മറ്റൊരു വ്യക്തിഗത സന്ദേശം കൈമാറേണ്ടതിനാൽ മറ്റൊരു കത്തും ഉപയോഗിച്ചു. അതിന്റെ ഫലമായാണ് വേങ്കടരാമണി എന്നെ കാണാൻ വന്നത്. അദ്ദേഹം മദ്രാസ് സർവകലാശാലയുടെ സെനറ്റിലെ അംഗമായിരുന്നു. പക്ഷേ ഗ്രാമജീവിതത്തെ ആസ്പദമാക്കി എഴുതിയ നോവലുകളും ലേഖനങ്ങളും കാരണം അദ്ദേഹത്തിന് വലിയ പ്രശസ്തിയുണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ എഴുതുന്ന ആദ്യകാല ഹിന്ദു എഴുത്തുകാരിലൊരാളായി അദ്ദേഹം ആദരിക്കപ്പെട്ടു. സാഹിത്യസേവനത്തിനായി പൊതുവേദിയിൽ അദ്ദേഹത്തെ ആദരിച്ചു. അദ്ദേഹത്തിന്റെ രചനകൾക്ക് രവീന്ദ്രനാഥ ടാഗോറും ഇംഗ്ലണ്ടിലെ പ്രമുഖ ചിന്തകരും വലിയ പ്രശംസ നൽകി. ഭാഷയിൽ സുന്ദരമായ ഉപമകൾ നിറഞ്ഞിരുന്നെങ്കിലും കഥകൾ ഗ്രാമങ്ങളുടെ ദുഃഖകരമായ ജീവിതത്തെ അവതരിപ്പിക്കുന്നതായിരുന്നു. അദ്ദേഹം മുറിയിലേക്ക് കടന്നുവന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. ഉയരം കൂടിയ ശരീരം, മെലിഞ്ഞ രൂപം, ചെറിയ തലപ്പാവുപോലെ ഒരു മുടിക്കൂട്ട്, ചിന്താഗതിയുള്ള കണ്ണുകൾ. ഒരേ സമയം ചിന്തകൻ, സ്വപ്നാടകൻ, കവി എന്നിവയുടെ സ്വഭാവം പ്രകടമായിരുന്നു. പക്ഷേ ആ കണ്ണുകളിൽ കർഷകരുടെ ദുഃഖവും കാണാമായിരുന്നു. വേഗത്തിൽ ഞങ്ങൾ തമ്മിൽ പല വിഷയങ്ങളിലും സാമ്യം കണ്ടെത്തി. രാഷ്ട്രീയം മുതൽ സാഹിത്യം വരെ സംസാരിച്ച ശേഷം ഇന്ത്യയിലേക്കുള്ള എന്റെ യഥാർത്ഥ ഉദ്ദേശം ഞാൻ തുറന്നു പറഞ്ഞു. ഞാൻ അന്വേഷിക്കുന്നത് യഥാർത്ഥ ആത്മീയ ഗുരുക്കന്മാരെക്കുറിച്ചാണെന്ന് പറഞ്ഞു. വെറും വേഷം ധരിച്ച കപട സന്യാസിമാരിൽ എനിക്ക് താൽപ്പര്യമില്ലെന്നും വ്യക്തമാക്കി. അദ്ദേഹം തലകുനിച്ചു പറഞ്ഞു, ഇന്ത്യയിൽ ഇത്തരം മഹാന്മാർ ഇപ്പോൾ വളരെ അപൂർവമാണ്. രാജ്യത്ത് വസ്തുസങ്കല്പം വളരുന്നതും പാശ്ചാത്യ സ്വാധീനം കൂടുന്നതും കാരണം ആത്മീയത കുറഞ്ഞു. എന്നിരുന്നാലും ചില മഹാഗുരുക്കന്മാർ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ജീവിക്കുന്നുണ്ടാകാം. പക്ഷെ അവരെ കണ്ടെത്താൻ ഒരാളുടെ മുഴുവൻ ജീവിതം ചെലവഴിക്കേണ്ടിവരും. ഇന്ത്യൻ ജനങ്ങൾക്ക് തന്നെ ഇത് ദുഷ്കരമാണ്. യൂറോപ്യൻ ഒരാൾക്ക് അതിലും പ്രയാസം. അപ്പോൾ പ്രതീക്ഷ കുറവാണോ? ഞാൻ ചോദിച്ചു. എന്തു പറയാം, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകാം, അദ്ദേഹം പറഞ്ഞു. എനിക്ക് പെട്ടെന്നൊരു ചോദ്യം തോന്നി. നോർത്ത് ആർക്കോട്ടിലെ മലകളിൽ താമസിക്കുന്ന ഒരു ഗുരുവിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഇല്ലെന്ന് മറുപടി നൽകി. സംഭാഷണം വീണ്ടും സാഹിത്യത്തിലേക്ക് തിരിഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് സിഗരറ്റ് ഓഫർ ചെയ്തു. അദ്ദേഹം നിരസിച്ചു. അദ്ദേഹം പഴയ ഭാരതീയ സംസ്കാരത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ആവേശത്തോടെ സംസാരിച്ചു. ലളിത ജീവിതം, സമൂഹസേവനം, ആത്മീയ ലക്ഷ്യങ്ങൾ ഇവയെല്ലാം നഷ്ടപ്പെടുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ദുഃഖം. ഇന്ത്യയിലെ ഗ്രാമങ്ങളെ വ്യവസായ നഗരങ്ങളുടെ അടിമകളാക്കരുത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വലിയ സ്വപ്നം. ഗ്രാമജീവിതത്തിന്റെ തകർച്ചയെ അദ്ദേഹം ഏറെ വേദനയോടെ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഗ്രാമജനങ്ങളുടെ ഉന്നമനമായിരുന്നു. അടുത്ത ദിവസം രാവിലെ അദ്ദേഹം അപ്രതീക്ഷിതമായി വീണ്ടുമെത്തി. ഇന്നലെ രാത്രി ഒരു വാർത്ത ലഭിച്ചു, അദ്ദേഹം ആവേശത്തോടെ പറഞ്ഞു. എന്റെ ആത്മീയ ഗുരു ഇപ്പോൾ ചെങ്കൽപ്പേട്ടിൽ താമസിക്കുന്നു. അദ്ദേഹത്തെ കാണാൻ നിങ്ങളെ കൊണ്ടുപോകണം. അദ്ദേഹം വിശദീകരിച്ചു. കുംഭകോണം ശ്രീ ശങ്കരാചാര്യർ ദക്ഷിണേന്ത്യയുടെ ആത്മീയ നേതാവാണ്. ലക്ഷക്കണക്കിനാളുകൾ അദ്ദേഹത്തെ ആദരിക്കുന്നു. ആത്മീയമായി ഉയർന്ന വ്യക്തിയാണദ്ദേഹം. യോഗിയല്ലെങ്കിലും മഹത്തായ സന്യാസിയും ദാർശനികനുമാണ്. ഇന്ത്യയിലെ ആത്മീയ ധാരകളെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ അറിവുണ്ട്. നിങ്ങൾ അന്വേഷിക്കുന്ന മഹാന്മാരെക്കുറിച്ച് നിർദ്ദേശം നൽകാൻ കഴിയും. ഞാൻ സന്തോഷത്തോടെ സമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, ചെങ്കൽപ്പേട്ട് ഇവിടെ നിന്ന് വെറും 35 മൈൽ മാത്രം. പക്ഷെ നിങ്ങൾ യൂറോപ്യനാണെന്ന കാരണത്താൽ അദ്ദേഹം നിങ്ങളെ കാണുമോ എന്നുറപ്പില്ല. പ്രശ്നമില്ല, ഞാൻ മറുപടി നൽകി. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. വഴിയിലുടനീളം അദ്ദേഹം ശങ്കരാചാര്യരെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ഭക്ഷണത്തിലും വസ്ത്രത്തിലും ലളിത ജീവിതം നയിച്ചിരുന്നെങ്കിലും ഔദ്യോഗികമായി യാത്ര ചെയ്യുമ്പോൾ രാജകീയ ഭംഗിയോടെ സഞ്ചരിക്കുമായിരുന്നു. ആനകളും പണ്ഡിതരും ശിഷ്യരും അദ്ദേഹത്തോടൊപ്പമുണ്ടാകും. ജനങ്ങൾ ആത്മീയവും സാമ്പത്തികവുമായ സഹായത്തിനായി അദ്ദേഹത്തെ സമീപിക്കും. ധാരാളം സംഭാവനകൾ ലഭിക്കാറുണ്ട്. അതദ്ദേഹം ദരിദ്രരുടെ സേവനത്തിനും വിദ്യാഭ്യാസത്തിനും ക്ഷേത്ര സംരക്ഷണത്തിനും ഉപയോഗിക്കുമായിരുന്നു. അദ്ദേഹം ആദിശങ്കരാചാര്യരുടെ വംശത്തിൽ 66ാമത്തെ ഗുരുവായിരുന്നു. ആദിശങ്കരാചാര്യർ ഭാരതത്തിലെ മഹാനായ ദാർശനികനും ആത്മീയ ഗുരുവുമായിരുന്നു. അദ്ദേഹം ജാതിവ്യവസ്ഥയെ വിമർശിച്ചു. ആത്മസാക്ഷാത്കാരം എല്ലാവർക്കും സാധ്യമാണെന്ന് പഠിപ്പിച്ചു. വിശ്വാസവും ആത്മസാധനയും പ്രാധാന്യമാണെന്നും വെറും ചടങ്ങുകൾ കൊണ്ട് ഫലമുണ്ടാകില്ലെന്നും പറഞ്ഞു.
അദ്ദേഹം വിവിധ മതങ്ങളെ ദൈവത്തിലേക്കുള്ള വഴികളായി കണ്ടു. ഇന്ത്യയുടെ 4 ദിക്കുകളിലും അദ്ദേഹം ആത്മീയ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. അവ വഴി അദ്ദേഹത്തിന്റെ ഉപദേശം രാജ്യത്തുടനീളം വ്യാപിച്ചു. 32ാമത്തെ വയസ്സിൽ അദ്ദേഹം ലോകം വിട്ടു. എന്നാൽ അദ്ദേഹത്തിന്റെ ആത്മീയ പാരമ്പര്യം ഇന്നും തുടരുന്നു. ഇന്നത്തെ ശങ്കരാചാര്യർ അതേ പാരമ്പര്യത്തെ മുന്നോട്ടു കൊണ്ടുപോകുന്നു. വെങ്കട്രാമണി അദ്ദേഹത്തിന്റെ അത്ഭുത ശക്തികളെക്കുറിച്ചും പറഞ്ഞു. രോഗികളെ സ്പർശിച്ചു സുഖപ്പെടുത്തിയത് പോലുള്ള സംഭവങ്ങൾ അദ്ദേഹം വിശ്വസിച്ചു. മനസ്സിലുള്ള ചിന്തകൾ അറിയാനുള്ള ശക്തിയും അദ്ദേഹത്തിനുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. പനമരങ്ങൾ നിരന്ന ഒരു മനോഹരമായ വഴിയിലൂടെ ഞങ്ങൾ ചെങ്കൽപ്പേട്ടിലെത്തി. പട്ടണം മുഴുവനും വെള്ളപൂശിയ വീടുകളും ചുവന്ന ഓടുമേഞ്ഞ മേൽക്കൂരകളും ഇടുങ്ങിയ വഴികളും നിറഞ്ഞ ഒരു കാഴ്ചയായി തോന്നി. നഗരത്തിന്റെ മധ്യഭാഗത്ത് വലിയ തിരക്കായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ വീട്ടിൽ നിരവധി സെക്രട്ടറിമാർ തിരക്കോടെ കത്തുകളും സന്ദേശങ്ങളും കൈകാര്യം ചെയ്യുകയായിരുന്നു. കുംഭകോണത്തെ ആസ്ഥാനത്തുനിന്ന് അദ്ദേഹത്തോടൊപ്പം എത്തുന്ന അനവധി കത്തുകൾക്ക് മറുപടി നൽകേണ്ടതായിരുന്നു. ഞാനൊരു കസേരയില്ലാത്ത മുറിയിൽ കാത്തിരുന്നു. വെങ്കടരാമണി ഒരു സെക്രട്ടറിയെ സന്ദേശവുമായി അകത്തേക്കയച്ചു. അരമണിക്കൂറിലധികം കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചെത്തി. ഇപ്പോൾ നിങ്ങളെ കാണാൻ കഴിയില്ല എന്നാണ് മറുപടി. യൂറോപ്യനൊരാളെ കാണാൻ അദ്ദേഹത്തിന് ഇഷ്ടമില്ലെന്നും ഇതിനകം തന്നെ 100ഓളം ആളുകൾ കാത്തിരിക്കുകയാണെന്നും അറിയിച്ചു. ചിലർ രാത്രി മുഴുവനും ഇവിടെ തങ്ങിയിരുന്നു. സെക്രട്ടറി വളരെ ക്ഷമ ചോദിച്ചു. ഞാൻ ഈ സാഹചര്യത്തെ ശാന്തമായി സ്വീകരിച്ചു. പക്ഷേ വെങ്കടരാമണി പറഞ്ഞു, ഞാൻ സുഹൃത്തെന്ന നിലയിൽ അകത്തു ചെന്ന് വീണ്ടും അഭ്യർത്ഥിക്കാം. അദ്ദേഹം വരിയിൽ മുൻപ് കടക്കാൻ ശ്രമിച്ചതിനാൽ ചിലർ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. എന്നാൽ ഏറെ വിശദീകരണങ്ങൾക്ക് ശേഷം അദ്ദേഹം അകത്ത് കയറാൻ സാധിച്ചു. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം സന്തോഷത്തോടെ തിരിച്ചുവന്നു. അദ്ദേഹം നിങ്ങളെ കാണാൻ സമ്മതിച്ചു, 1 മണിക്കൂറിനകം. കാത്തിരിക്കുന്ന സമയം ഞാൻ നഗരത്തിന്റെ സുന്ദരമായ വഴികളിലൂടെ നടക്കുകയായിരുന്നു. പ്രധാന ക്ഷേത്രത്തിലേക്കുള്ള വഴികളിൽ ആനകളും ഒട്ടകങ്ങളും കൊണ്ടുപോകുന്നവരെ കണ്ടു. അവയെ കുടിവെള്ളം നൽകാൻ കൊണ്ടുപോകുകയായിരുന്നു. അവിടെ ഒരാൾ ദക്ഷിണ ഇന്ത്യയുടെ ആത്മീയ നേതാവ് യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ആനയെ കാണിച്ചു. ഉയരം കൂടിയ ആനയുടെ മേൽ അലങ്കരിച്ച സിംഹാസനത്തിൽ അദ്ദേഹം ഇരിക്കുമെന്നാണ് പറഞ്ഞു. സ്വർണ്ണ അലങ്കാരങ്ങളും മനോഹരമായ വസ്ത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചിരുന്നതായിരുന്നു ആ ആന. ആ ആനയുടെ ഗൗരവമുള്ള നടപ്പും തുമ്പിക്കൈയുടെ ചലനവും ഞാൻ ആസ്വദിച്ചു. പഴയ ഒരാചാരമോർത്തു. ആത്മീയ ഗുരുവിനെ കാണുമ്പോൾ ചെറിയൊരു സമർപ്പണം കൊണ്ടുപോകണം. അതിനാൽ ഞാൻ പഴങ്ങളും പുഷ്പങ്ങളും വാങ്ങി. ഓറഞ്ചുകളും പുഷ്പങ്ങളും മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ. അവ ഞാൻ ശേഖരിച്ചു. അദ്ദേഹത്തിന്റെ താൽക്കാലിക വസതിക്ക് മുന്നിലെ തിരക്കിനിടെ മറ്റൊരാചാരം ഞാൻ മറന്നു. ചെരുപ്പ് നീക്കണം എന്ന് വെങ്കടരാമണി ഓർമ്മിപ്പിച്ചു. ഞാൻ അവ പുറത്തുവച്ചു. തിരികെ വരുമ്പോൾ അവ ഉണ്ടാകുമോ എന്നൊരു സംശയം മനസ്സിലുണ്ടായിരുന്നു. ഞങ്ങൾ ചെറിയൊരു വാതിലിലൂടെ അകത്തേക്കു കടന്നു. ശൂന്യമായ ഒരു മുറിയിലേക്ക് പ്രവേശിച്ചു. അകലെ ഒരു മങ്ങിയ വെളിച്ചത്തിൽ ഒരു ചെറുതായ പ്രതിരൂപം നിൽക്കുന്നതായി കണ്ടു. ഞാൻ അടുത്തേക്കു ചെന്നു, കൊണ്ടുവന്ന സമർപ്പണം വച്ചു, വിനയത്തോടെ നമസ്കരിച്ചു. ഈ ആചാരത്തിൽ ഒരു സൗന്ദര്യവും ശാന്തതയുമുണ്ടെന്ന് തോന്നി. ബഹുമാനവും വിനയവും പ്രകടിപ്പിക്കുന്ന ഒരു ലളിതമായ രീതിയായിരുന്നു അത്. ശ്രീ ശങ്കരാചാര്യർ ഒരു മതത്തിന്റെ തലവനായി മാത്രം കാണപ്പെടുള്ള വ്യക്തിയല്ലെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഹിന്ദുമതത്തിൽ പാപ്പ പോലൊരു സ്ഥാനമില്ല. എന്നാൽ ദക്ഷിണേന്ത്യയിലെ അനേകം ആളുകൾക്ക് അദ്ദേഹം ആത്മീയ മാർഗദർശകനും പ്രചോദനവുമായിരുന്നു. മുഴുവൻ ദക്ഷിണേന്ത്യയും അദ്ദേഹത്തെ ബഹുമാനത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ കുറച്ചുനേരം നിശബ്ദമായി നോക്കി. ചെറുതായ ശരീരമുള്ള ആ മഹാൻ കുങ്കുമനിറത്തിലുള്ള സന്യാസവസ്ത്രം ധരിച്ചിരിക്കുന്നു. കയ്യിലൊരു സന്യാസിയുടെ ദണ്ഡം. 40-ലധികം വയസ്സുണ്ടെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും തലമുടി മുഴുവൻ വെളുത്തിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു. അദ്ദേഹത്തിന്റെ മുഖത്ത് മഹത്തായ ശാന്തതയും ഭാവവും തെളിഞ്ഞു. വലിയ കറുത്ത കണ്ണുകൾ അതീവ സമാധാനവും കരുണയും നിറഞ്ഞവയായിരുന്നു. സാധുഭാവമുള്ള ആ മുഖം ഏതെങ്കിലും കാലഘട്ടത്തിലെ മഹാസന്യാസിയുടേതാകാമെന്ന് തോന്നി. എന്നാൽ അതിനൊപ്പം ഗഹനമായ ബുദ്ധിയും തെളിഞ്ഞു. ആ കണ്ണുകളിൽ വെറും സ്വപ്നമല്ല, അതിനുമപ്പുറമുള്ള ആത്മീയ ആഴമുണ്ടെന്ന് എനിക്ക് തോന്നി. എന്നെ സ്വീകരിച്ചതിന് നന്ദി.
ഞാൻ വിനയത്തോടെ പറഞ്ഞു. അദ്ദേഹം വേങ്കടരാമണിയോട് എന്തോ പറഞ്ഞു. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് മനസ്സിലാകും, പക്ഷെ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഉച്ചാരണം മനസ്സിലാകില്ലെന്ന ഭയമാണ്. അതിനാൽ ഞാൻ വിവർത്തനം ചെയ്യും, വേങ്കടരാമണി പറഞ്ഞു. ആദ്യമായി എന്റെ ഇന്ത്യാനുഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചു. വിദേശിയായ ഒരാളായി ഇന്ത്യയെ ഞാൻ എങ്ങനെ കാണുന്നു എന്നറിയാൻ അദ്ദേഹത്തിന് വലിയ താൽപ്പര്യമുണ്ടായിരുന്നു. ഞാൻ തുറന്നു പറഞ്ഞു, നല്ലതും കുറവുകളും ചേർത്ത്. അതിനുശേഷം സംഭാഷണം ലോകകാര്യങ്ങളിലേക്ക് മാറി. ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കുന്നതും ലോകരാഷ്ട്രീയത്തെക്കുറിച്ച് അറിവുള്ളതും കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ ചോദിച്ചു, ലോകത്തിലെ പ്രശ്നങ്ങൾ എപ്പോൾ മെച്ചപ്പെടും? അദ്ദേഹം ശാന്തമായി മറുപടി നൽകി, വേഗത്തിൽ മാറ്റം സംഭവിക്കില്ല. മനുഷ്യർ ഇപ്പോഴും നാശത്തിനായുള്ള ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ സമാധാനം എങ്ങനെ വരും? നിരായുധീകരണം കുറിച്ച് ഇന്ന് പലരും സംസാരിക്കുന്നു, ഞാൻ പറഞ്ഞു. കപ്പലുകളും തോക്കുകളും ഇല്ലാതാക്കിയാലും യുദ്ധം നിർത്തില്ല. ആളുകൾ വേണമെങ്കിൽ വടിയുപയോഗിച്ചും പോരാടും, അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എന്താണ് പരിഹാരം? രാജ്യങ്ങൾക്കും ജനങ്ങൾക്കുമിടയിൽ ആത്മീയബോധം വളരേണ്ടതാണ്. ധനികനും ദരിദ്രനും തമ്മിൽ മനസ്സിലാക്കലുണ്ടായാൽ മാത്രമേ യഥാർത്ഥ സമാധാനം വരൂ. അത് വളരെ ദൂരെയാണെന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞു. അദ്ദേഹം മൃദുവായി പറഞ്ഞു, ഇനിയും ദൈവമുണ്ട്. അങ്ങനെ തോന്നുന്നില്ല, ഞാൻ പ്രതികരിച്ചു. ദൈവം മനുഷ്യരെ സ്നേഹിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. ഞാൻ കടുത്ത സ്വരത്തിൽ പറഞ്ഞു, ലോകത്തിലെ ദുഃഖം കണ്ടാൽ ദൈവം ഉദാസീനനാണെന്ന് തോന്നുന്നു. അദ്ദേഹം ശാന്തമായി മറുപടി നൽകി, സഹനമുള്ള കണ്ണുകൾക്ക് ആഴം കാണാം. ലോകത്തിലെ കഷ്ടതകൾ ഒരു ദിവസം ദൈവപ്രചോദിതനായ ഒരാളെ ഉയർത്തും. ഓരോ കാലത്തും ഒരു രക്ഷകനുണ്ട്. ദുരിതം കൂടുതലാകുമ്പോൾ ഉയർന്ന ആത്മീയ നേതാവും വരും. അപ്പോൾ നമ്മുടെ കാലത്തും അങ്ങനെയൊരാൾ വരുമോ? തീർച്ചയായും, അദ്ദേഹം പറഞ്ഞു. മനുഷ്യർ കൂടുതൽ ദുഷ്ടരാകുന്നുണ്ടോ? അല്ല, മനുഷ്യന്റെ ഉള്ളിൽ ദൈവിക ആത്മാവുണ്ട്. ഒടുവിൽ അതവനെ ദൈവത്തിലേക്ക് നയിക്കും. പക്ഷേ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു, ഞാൻ പറഞ്ഞു. അവരെ കുറ്റപ്പെടുത്തേണ്ട. അവരുടെ സാഹചര്യങ്ങൾ അവരെ അങ്ങനെയാക്കുന്നു. വസ്തുസങ്കല്പം മാത്രം മതിയാവില്ല, ആത്മീയതയും വേണം. അതാണ് ലോകത്തിന്റെ രോഗത്തിന് ഔഷധം, അദ്ദേഹം പറഞ്ഞു. പിന്നീട് ഞാൻ വ്യക്തിപരമായ ചോദ്യങ്ങൾ ചോദിച്ചു. എത്ര കാലമായി ഈ സ്ഥാനത്ത്? 1907 മുതൽ. അന്നെനിക്ക് 12 വയസ്സായിരുന്നു. കുറച്ചു വർഷം ധ്യാനത്തിലും പഠനത്തിലും ചെലവഴിച്ച ശേഷം പൊതുസേവനം ആരംഭിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ സ്ഥിരമായി ഒരിടത്ത് താമസിക്കാറില്ലല്ലോ? ഇല്ല. ഓരോ ഗ്രാമത്തിലും ഞാൻ പോകണം. ജനങ്ങൾക്ക് ആത്മീയ ഉപദേശം നൽകണം, അദ്ദേഹം പറഞ്ഞു. ഞാനെന്റെ അന്വേഷണത്തെക്കുറിച്ച് പറഞ്ഞു. ഉയർന്ന യോഗസാധന കൈവരിച്ച ഒരാളെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പറഞ്ഞു. അദ്ദേഹം ഒരു നിമിഷം നിശബ്ദമായി. നിങ്ങളുടെ ആഗ്രഹം ശരിയാണ്. നിങ്ങളുടെ ആത്മാർത്ഥത നിങ്ങളെ വഴി നടത്തും, അദ്ദേഹം പറഞ്ഞു. ഒരു നല്ല ഗുരുവിനെ കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യാത്ര തുടരുക. പിന്നീട് നിങ്ങൾ കണ്ട ഗുരുക്കന്മാരിൽ ഒരാളെ തെരഞ്ഞെടുക്കുക. ഒരാളും മനസ്സിൽ തൃപ്തി നൽകുന്നില്ലെങ്കിലോ? അപ്പോൾ ദൈവം തന്നെ നിങ്ങളെ നയിക്കും. ധ്യാനം ചെയ്യുക, ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുക. ഞാൻ ചോദിച്ചു, നിങ്ങളോട് സഹായം തേടാമോ? അദ്ദേഹം മൃദുവായി തലകുലുക്കി. എനിക്ക് സമയം കുറവാണ്. നിങ്ങൾക്ക് വ്യക്തിഗുരുവിനെ കണ്ടെത്തണം. അങ്ങനെ ഒരു ഗുരുവിനെ കണ്ടെത്താൻ സഹായിക്കാമോ? കുറച്ചു നിമിഷം മൗനം. ഇന്ത്യയിൽ അത്തരത്തിലുള്ള 2 പേരുണ്ടെന്ന് ഞാൻ അറിയുന്നു, അദ്ദേഹം പറഞ്ഞു. ഒരാൾ വാരണാസിയിൽ, മറ്റൊരാൾ ദക്ഷിണത്തിൽ, അരുണാചലത്തിൽ, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം മഹർഷി എന്നറിയപ്പെടുന്നു. എന്റെ മനസ്സിൽ ഉടനെ ഒരു ദൃശ്യം തെളിഞ്ഞു. മഞ്ഞവസ്ത്രം ധരിച്ച യോഗിയും അരുണാചലത്തിലെ അയാളുടെ ഗുരുവും. 2 ദിവസം മുൻപ് ഒരു യോഗി എന്നോട് അരുണാചലത്തെപ്പറ്റി പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പോകുമോ? അദ്ദേഹം ചോദിച്ചു. ഞാൻ മടിച്ചു. നാളെ ഞാൻ നോർത്ത് ഈസ്റ്റിലേക്ക് യാത്ര തിരിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഒരു വാഗ്ദാനം നൽകൂ, അദ്ദേഹം പറഞ്ഞു. മഹർഷിയെ കാണാതെ ദക്ഷിണം വിടരുത്. അദ്ദേഹത്തിന്റെ സ്നേഹഭാവം കണ്ട് ഞാൻ സമ്മതിച്ചു. നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾ കണ്ടെത്തും, അദ്ദേഹം പറഞ്ഞു. വിട പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ ഓർക്കും, ഞാനും നിങ്ങളെ ഓർക്കും. ആ വാക്കുകൾ എന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അവിടെ നിന്ന് പോകാൻ നേരത്ത് സന്ധ്യയിൽ ഞാൻ വീണ്ടും ക്ഷേത്രത്തിൽ അദ്ദേഹത്തെ കണ്ടു. ആയിരക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. വാക്കുകൾ മനസ്സിലായില്ലെങ്കിലും
അദ്ദേഹത്തിന്റെ ആത്മീയ ശക്തി ഞാൻ അനുഭവിച്ചു. രാത്രിയിൽ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിനടിയിൽ ഞങ്ങൾ മടങ്ങി. വെങ്കടരാമണി പറഞ്ഞു, നിങ്ങൾ ഭാഗ്യവാനാണ്. എന്തുകൊണ്ട്? ഒരു യൂറോപ്യൻ എഴുത്തുകാരന് അദ്ദേഹം നൽകിയ ആദ്യ അഭിമുഖമാണിത്. അതിനാൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പമുണ്ടാകും. വീട്ടിലെത്തുമ്പോഴേക്കും അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. മുകളിലേക്ക് ഒരു നോക്കു നോക്കി. ആകാശം അനന്തമായ നക്ഷത്രങ്ങളാൽ നിറഞ്ഞിരുന്നു. യൂറോപ്പിലെവിടെയും ഇത്തരത്തിൽ നക്ഷത്രങ്ങളെ കാണാനാവില്ലെന്ന് എനിക്ക് തോന്നി. കയ്യിലെ ടോർച്ച് തെളിയിച്ച് ഞാൻ വരാന്തയിലേക്ക് കയറി. അപ്പോൾ ഇരുട്ടിൽ നിന്ന് ഒരു രൂപം എഴുന്നേറ്റു നിന്നു. സുബ്രഹ്മണ്യ, ഞാൻ അതിശയത്തോടെ വിളിച്ചു. നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നത്? മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചിരുന്ന യോഗി തന്റെ പതിവ് വിശാലമായ പുഞ്ചിരി തൂകി. ഞാൻ വരാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നല്ലോ സർ, എന്നവൻ ചോദിച്ചു. മുറിയിൽ കയറിയതോടെ ഞാൻ നേരെ ചോദിച്ചു, നിങ്ങളുടെ ഗുരുവിനെ മഹർഷി എന്ന് വിളിക്കാറുണ്ടോ? ഇപ്പോൾ അവനാണ് അതിശയിച്ചത്. അതെങ്ങനെയാണ് നിങ്ങൾക്കറിയാൻ കഴിഞ്ഞത് സർ? അത് വിട്ടേക്കൂ. നാളെ നമുക്ക് രണ്ടുപേരും അവിടേക്ക് പോകാം. എന്റെ യാത്രാപദ്ധതികൾ മാറ്റുകയാണ്. അവന്റെ മുഖം സന്തോഷത്തോടെ പ്രകാശിച്ചു. ഇത് വളരെ സന്തോഷകരമായ വാർത്തയാണ് സർ. പക്ഷേ ഞാനവിടെ കുറച്ചു ദിവസമേ താമസിക്കൂ, ഞാൻ പറഞ്ഞു. ഞങ്ങൾ കുറച്ചു സമയം കൂടി സംസാരിച്ചു. പിന്നെ ഞാൻ ഉറങ്ങാൻ പോയി. സുബ്രഹ്മണ്യൻ നിലത്ത് വിരിച്ചിരുന്ന പനയോലപ്പായയിൽ സന്തോഷത്തോടെ കിടന്നു. ഒരു കോട്ടൺ ഷീറ്റ് പായയിൽ വിരിക്കുകയും അതുകൊണ്ട് തന്നെ പുതയ്ക്കുകയും ചെയ്തു. ഞാൻ കൂടുതൽ സൗകര്യമുള്ള കിടക്ക ഒരുക്കാമെന്ന് പറഞ്ഞെങ്കിലും അവൻ വിനയത്തോടെ നിരസിച്ചു. അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഞാൻ ഉണർന്നു. മുറി മുഴുവനും ഇരുണ്ടിരുന്നു. എന്തോ വിചിത്രമായ ഉണർവു മനസ്സിൽ. വായുവിൽ ഒരു വൈദ്യുത സ്പർശം പോലെ. തലയണയുടെ കീഴിൽ നിന്ന് വാച്ചെടുത്തു നോക്കി. 2:45. അപ്പോഴാണ് കിടക്കയുടെ അറ്റത്ത് ഒരു പ്രകാശമുള്ള രൂപം ഞാൻ കണ്ടത്. ഞാൻ കിടക്കയിലിരുന്നു ശ്രദ്ധിച്ചു. എന്റെ കണ്ണുകൾക്ക് മുന്നിൽ വ്യക്തമായി പ്രത്യക്ഷപ്പെട്ടത് കുംഭകോണം ശ്രീ ശങ്കരാചാര്യരുടെ രൂപം. അതൊരു സ്വപ്നമോ മായയോ പോലെ തോന്നിയില്ല. ശരീരസാന്നിധ്യമുള്ള ഒരാളെന്നപോലെ. എന്നാൽ ഇരുട്ടിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ദീപ്തി അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയിരുന്നു. ഇതെങ്ങനെ സാധ്യം? ഞാൻ ചിന്തിച്ചു. അദ്ദേഹത്തെ ഞാൻ ചെങ്കൽപ്പേട്ടിൽ വിട്ടല്ലോ. ഞാൻ കണ്ണുകളടച്ചു വീണ്ടും തുറന്നു. രൂപം മാറിയില്ല. ഒരു സ്നേഹപൂർണവും കരുണയുള്ള സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. അദ്ദേഹത്തിന്റെ അധരങ്ങളിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. എനിക്ക് കേൾക്കുന്നതുപോലെ തോന്നി. വിനയത്തോടെ ഇരിക്കൂ. നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾ കണ്ടെത്തും. എന്തുകൊണ്ടാണ് ഞാനിതൊരു സ്വപ്നമോ ഭൂതമോ ആയി കാണാതിരുന്നത്? എന്തുകൊണ്ടൊരു ജീവനുള്ള വ്യക്തി എന്ന തോന്നൽ? എങ്ങനെ വന്നുവോ അതുപോലെ തന്നെ ആ ദൃശ്യം അപ്രത്യക്ഷമായി. എന്നാൽ അതെന്നെ ഭയപ്പെടുത്തിയില്ല. മറിച്ച് മനസ്സിലൊരു ശാന്തതയും ഉല്ലാസവും നിറച്ചു. ഇതൊരു സ്വപ്നമെന്ന് കരുതണമോ? അതിനു പ്രാധാന്യമുണ്ടോ? അന്ന് രാത്രിയിൽ വീണ്ടും ഉറക്കം വന്നില്ല. കുംഭകോണം ശ്രീ ശങ്കരാചാര്യരുമായി നടന്ന സംഭാഷണം, അദ്ദേഹത്തിന്റെ ശാന്തമുഖം, ആത്മീയ വാക്കുകൾ എല്ലാം ഞാൻ ഓർത്തിരുന്നു. ആ ദിനം എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ദിനമായി മാറി. പുണ്യാത്മാക്കളെ, ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ. കൂടുതൽ ആത്മീയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം.